ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിൻ്റെ പേരാണ് അമ്മായിയമ്മ അഥവാ മദർ ഇൻ ലോ. ഈ ഡിഷിന് അമ്മായിയമ്മ എന്ന് പേര് വന്നത് എന്തുകൊണ്ടാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഈ ഡിഷിൽ മസ്റ്റായിട്ട് വേണ്ട ഒരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ പേര് എനിക്കും നിങ്ങൾക്ക് ഒരുപോലെ പറയാൻ പറ്റും. എന്തായിരിക്കും അത് എന്ന് പറഞ്ഞാട്ടെ? അത് തന്നെ. കണ്ടല്ലോ, പുറത്താരോടും പറയണ്ട, ഇത് നമ്മൾ മാത്രം അറിയുന്ന സീക്രട്ട്. ഓക്കെ. ഈ ഡിഷിൻ്റെ ഒറിജിൻ കരീബിയൻ ഐലൻഡായ ട്രിനിനാഡിയാണ് കേട്ടോ. പക്ഷേ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടാക്കി തുടങ്ങി. ഒരു ഫ്രണ്ടിൻ്റെ പാർട്ടി ഫംഗ്ഷന് ഞാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഇത് കഴിച്ചത്. നല്ല രുചിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പേരല്പം കൗതുകമായതുകൊണ്ടാണോ അല്ല അമ്മായിയമ്മയോടുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നറിയില്ല, എല്ലാവരും എടുത്ത് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യൻ അമ്മായിയമ്മയെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയിൽ ഇവർ ഹോട്ട് പെപ്പറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഉണ്ടമുളക് പോലത്തെ ഒരു സാധനം. ഉണ്ടമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കാന്താരിമുളക് അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളക്. ഇതിന് നല്ല എരിവ് വേണം കേട്ടോ. ഇതിൻ്റെ രുചി ചെറുതായൊന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് മാറും. ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണെന്ന് ഊഹിക്കാൻ പറ്റുമോ? എങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിതിൻ്റെ ആൻസർ ലാസ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിപ്പം കണ്ടില്ലേ, ഞാൻ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും കൂടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും ഓരോ അമ്മായിയമ്മയെ സങ്കല്പിച്ചിട്ടങ്ങ് തുടങ്ങിയാലോ? എങ്ങനെയുണ്ട്? ഈ അമ്മായിയമ്മയെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ സാധാ മുളകിൻ്റെ ഇരട്ടി എരിവുണ്ടെന്ന് തോന്നുന്നു. ഈ മരുമകൾ വന്ന് തലയിൽ കയറാതിരിക്കാൻ അവരൊരു ഭീകരി എന്നുള്ളൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കി ജീവിക്കുന്നവരാണെന്ന് തോന്നുന്നു. പക്ഷെ ഉള്ളിൽ പച്ചപ്പാവായിരിക്കുന്നേ. അപ്പോൾ ഇത് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന പുള്ളിക്കാരി പുറമേ സിൽക്ക് സാരിയൊക്കെ ഇട്ടിട്ട് സുന്ദരിയായിരിക്കും. അതുപോലെ ഇവരില്ലാതെ മരുമകൾക്ക് ഡേ ടു ഡേ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനേ പറ്റില്ല. മരുമകൾ ഇവരിൽ ഫുള്ളി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. എല്ലാ കാര്യത്തിനും മരുമകളെ ഇവർ സഹായിക്കും. പക്ഷേ ഒരു ദിവസം പോലും മരുമകളെ കരയിക്കാതിരിക്കാൻ ഇവർക്കാവില്ല. അപ്പോൾ ഈ പുള്ളിക്കാരിയെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. ഇനി വരുന്ന ഈ അമ്മായിയമ്മയും മരുമകളും തുടക്കത്തിൽ അടിയും ചക്കരിയായിരിക്കും. ഈ ഒട്ടിപ്പോ സ്റ്റിക്കർ പോലെ ചുറ്റുള്ളവർ എടി അമ്മായിയമ്മയാണ് അല്ലെങ്കിൽ ഇത് മരുമകളാണ്, ഒരു അകലം നല്ലതാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു കൂസലും ഉണ്ടാവില്ല. പക്ഷേ അണ്ടിയോടെടുക്കുമ്പോൾ മാങ്ങയുടെ പുളി അറിയും. പിന്നെ ഒറ്റ വലിച്ചെറിയലാണ്. പിന്നെ ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്ന സാഹചര്യം പോലും വളരെ വിരളാണ്. അപ്പോൾ ഇതുപോലെ വലുതായിട്ടല്ല അരിയേണ്ട കേട്ടോ. എനിക്കിത് ചോപ്പറിലിടാൻ വേണ്ടിയിട്ടാണ്. ചോപ്പർ ഇല്ലാതെ എൻ്റെ ഒരു ദിവസം പോലും മുന്നോട്ട് പോകില്ല. നിങ്ങൾക്ക് ചോപ്പർ വാങ്ങാൻ ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ. കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചോപ്പറാണത്. എൻ്റെ വീട്ടിൽ വന്നിട്ട് 1-2 ദിവസം നിന്ന് ഒരു സുഹൃത്ത് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ എന്നൊക്കെ കണ്ടിട്ട് വേറൊരു ബ്രാൻഡ് വാങ്ങിയായിരുന്നു. പക്ഷേ അത് അത്ര നല്ലതായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചോപ്പർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ടാഗ് ചെയ്ത ബ്രാൻഡ് വാങ്ങിക്കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി ഇതുപോലെ ചെറുതായിട്ട് അരിയാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ടാണ് നിങ്ങളെങ്കിൽ ഒരു ചോപ്പറിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത അമ്മായിയമ്മ, ഇവർക്ക് മറ്റു പച്ചക്കറികളെ അപേക്ഷിച്ച് ഗുണം കുറവാണ്. പക്ഷേ ഞാൻ വളരെ നല്ലതാണെന്നുള്ളൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇവർ വരയ്ക്കുന്ന പല വരകളും വളരെ രഹസ്യമായിരിക്കും. അതുപോലെ പല ട്രിക്കുകളും ഇവർക്കറിയാം. മോളുടെ കുഞ്ഞിൻ്റെ ആജീവനാന്ത ആയമാരായിരിക്കും ഇവർ. പക്ഷേ മോൻ്റെ കുട്ടികൾ ഇവർക്ക് ആരാൻ്റെ മക്കൾ എന്നുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. അതേസമയം മോളുടെ ഭർത്താവിൻ്റെ പെങ്ങളെ അടുപ്പിക്കുന്നതും ഇവർക്ക് തീരെ ഇഷ്ടമല്ല താനും. ഇവർക്ക് മോനെയും മരുമകളെയും ആവശ്യം ഇവർക്ക് എന്തെങ്കിലും ഒരു ടെൻഷൻ വരുമ്പോഴോ ആരോഗ്യ പ്രശ്നവും വരുമ്പോഴോ മാത്രമായിരിക്കും. ഇനി ഈ അമ്മായിയമ്മ ആരാലും അറിയപ്പെടാതെ ഭൂമിയുടെ ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിൽ പതുങ്ങിയിരിക്കുന്ന ഒരു അമ്മായിയമ്മയായിരിക്കും. ഞാൻ വലിയ സംഭവമാണെന്ന് മറ്റുള്ളവരുടെ മുന്നിൽ പ്രൂവ് ചെയ്യാനൊന്നും നിൽക്കാത്ത മരുമകൾക്ക് ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന 24 കാരറ്റ് അമ്മായിയമ്മ തന്നെയായിരിക്കും ഇവർ. ഇനി വരുന്ന അമ്മായിയമ്മ കുറച്ച് വയസ്സായ ആളായിരിക്കും. മുഖത്ത് ചുളിവുണ്ടാവും, കുണ്ടും കുഴികളും ഒക്കെയുള്ള ഒരാൾ. പക്ഷേ ഇവരെ മകളെയും മരുമകളെയും ഒരുപോലെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരാളായിരിക്കും. എന്താവശ്യം വന്നാലും കട്ടയ്ക്ക് കൂടെ നിൽക്കും. മക്കളും മരുമക്കളും തമ്മിൽ ഇവർക്ക് ഒരു വേർതിരിവും ഉണ്ടാവില്ല. പക്ഷേ ആ വേർതിരിവ് ഇല്ലാത്തതാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. സഹായമൊക്കെ ഓക്കെ, പക്ഷേ മകളെ വഴക്ക് പറയും പോലെ മരുമകളെ വഴക്ക് പറഞ്ഞാൽ മരുമകൾക്ക് അവിടെ തൊട്ട് കഴിക്കും. പിന്നെ അമ്മായിയമ്മ എത്ര ഹെൽത്തിയാണെന്ന് പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? ഇനി വരുന്ന അമ്മായിയമ്മ പുറമേ കാണാൻ ചിലപ്പോൾ നല്ലതായിരിക്കും, ചിലപ്പോൾ കാണാൻ അത്ര ഭംഗിയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉള്ളിൽ നല്ല സ്വീറ്റായിരിക്കും. മരുമകൾ ഇവരുടെ ജ്യൂസ് എല്ലാം ഊറ്റിയെടുത്ത് ലാസ്റ്റ് വെറും തോട് പോലെ അങ്ങ് വലിച്ചെറിയും. പിന്നെ പാവം ഏതെങ്കിലും മൂലയിൽ മരുമകളെയും പേടിച്ചിട്ട് പതുങ്ങി അങ്ങ് ഇരിക്കും. ഇനി ഈ അരിഞ്ഞെടുത്തതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതിൽ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് വീണ്ടും മിക്സ് ചെയ്തിട്ട് ഇനി ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുക. പക്ഷേ അവരുണ്ടല്ലോ, അവർ കുറച്ചും കൂടി വലുതായിട്ടുള്ള ഒരു നാരങ്ങയാണ് യൂസ് ചെയ്യാറ്. നമ്മൾ മേഘാലയയിലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആ നാരങ്ങയാണ് അവിടെ സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യാറ്. പക്ഷേ നമുക്ക് ഇതിപ്പോൾ ഇന്ത്യൻ വേർഷൻ ആയതുകൊണ്ട് നമുക്ക് ഏറ്റവും സുലഭമായിട്ടുള്ള ഈ സാധാ ലെമൺ തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇച്ചിരി വിനാഗിരി കൂടി ചേർക്കുക. പിന്നെ ഇതിൽ സാലഡിൽ ചേർക്കുന്ന ലെറ്റസോ സെലറിയോ ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താ അത്? ഇതിന് നല്ല എരിവുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞു. പക്ഷേ ഇതിൻ്റെ എരിവ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത വിധത്തിൽ കൂടുതലാണെങ്കിൽ ഇതിൻ്റെ പേര് അമ്മായിയമ്മ എന്നല്ല, ഡോട്ടർ ഇൻ ലോ എന്നാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ട്വിസ്റ്റ്. അപ്പോൾ അമ്മായിമ്മമാർക്ക് ഇപ്പോൾ സമാധാനമായല്ലോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വിഭവമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ, താങ്ക് യു.